പത്രം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യാറ്? ഒന്നുകിൽ കളയും, അല്ലെങ്കിൽ എന്തെങ്കിലും പൊതിയാനും മറ്റും ഉപയോഗിക്കും. ആവശ്യങ്ങൾ കഴിഞ്ഞാൽ അവ മണ്ണിൽ അലിഞ്ഞു ചേരും. ഓരോ വർഷവും പത്രങ്ങൾക്കായി 95 ദശലക്ഷം മരങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതായത് അത്രത്തോളം മരങ്ങൾ മുറിക്കേണ്ടി വരുന്നു. എന്നാൽ ഇത്തരത്തിൽ പത്രങ്ങൾക്കായി മരങ്ങൾ ഇല്ലാതാക്കേണ്ടി വരുന്നതിന് പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ഒരു ജാപ്പനീസ് പ്രസാധക കമ്പനി. പത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ആ പത്രങ്ങൾ കൊണ്ട് തന്നെ സസ്യങ്ങൾ വളർത്താൻ കഴിയുന്ന വിദ്യയാണ് കമ്പനി കണ്ടെത്തിയത്. പ്രശസ്ത ജാപ്പനീസ് ദിനപത്രമായ ദി മൈനച്ചി ഷിംബുൻഷയുടെ പ്രസാധകനാണ് ഗ്രീൻ ന്യൂസ് പേപ്പർ കണ്ടുപിടിച്ചത്. 2016 മെയ് 4 ഗ്രീനറി ഡേ പ്രസിദ്ധീകരിച്ച പരിസ്ഥിതി വാർത്തകൾക്കായി സമർപ്പിച്ചിരിക്കുന്ന പ്രത്യേക പതിപ്പ് 100% ബയോഡിഗ്രേഡബിൾ പേപ്പറിൽ സസ്യാധിഷ്ഠിത മഷി ഉപയോഗിച്ച് അച്ചടിച്ചു. നടുമ്പോൾ ചിത്രശലഭങ്ങളെയും മറ്റ് പരാഗണകാരികളെയും ആകർഷിക്കാൻ പൂക്കളായി വളരുന്ന വിത്തുകൾ ഉൾപ്പെടുത്തി. ആവശ്യം കഴിഞ്ഞ് ഉപേക്ഷിച്ച പത്രം ചെറിയ കഷ്ണങ്ങളാക്കി കീറാനും അവ മണ്ണിൽ നടാനും തുടർന്ന് ഏതൊരു ചെടിയെയും പോലെ വെള്ളം നനയ്ക്കാനും പ്രസാധകൻ ആളുകളോട് നിർദ്ദേശിച്ചു. ജപ്പാനിലെ ഏറ്റവും വലിയ പരസ്യ ഏജൻസിയായ ഡെസ്റ്റു ഇൻകോർപ്പറേറ്റഡ് ആണ് ഈ ആശയം കണ്ടുപിടിച്ചത്. ഇവർ ദി മൈനിച്ചിയുമായി സഹകരിച്ച് ചെടികളുടെ വിത്തുകൾ എംബഡ് ചെയ്ത പത്രങ്ങൾ പുറത്തിറക്കി. രാജ്യത്തുടനീളം പ്രതിദിനം 4 ദശലക്ഷത്തിലധികം പത്രത്തിന്റെ കോപ്പികൾ പ്രചരിച്ചതോടെ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചേരാനും പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമുള്ള പത്ര വ്യവസായത്തിന്റെ കഴിവ് ഈ സംരംഭം അടിവരയിടുന്നു. പത്രത്തിൽ നിന്ന് വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്ന കണ്ടുപിടുത്തത്തിലൂടെ പത്രവ്യവസായത്തിന്റെ പാരിസ്ഥിതിക ആഘാതം വലിയ തോതിൽ കുറയ്ക്കാനും സാധിച്ചു.